പൊളിയല്ലേ വിനോദണ്ണ? അത് കൊള്ളാണ് അത്യാവശ്യം നമ്മളെ ഫിഷിങ് ഉണ്ടാ. ഹായ് മച്ചാമാര്, നമസ്കാരം. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നത്തെ പരിപാടി ആരംഭിച്ചു കേട്ടോ. സ്പോട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, മീൻ കിട്ടുവാണെങ്കിൽ ലാസ്റ്റ് പറയാമേ. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2-3 ദിവസമായി നമ്മളെ വീഡിയോകളൊക്കെ വന്നിട്ട് കേട്ടോ. അത് ജോലിയും തിരക്കുകളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഉഷാറാക്കാം. എല്ലാവരും ഉണ്ട് കേട്ടോ, വിനോദണ്ണായി, അജയണ്ണായി എല്ലാവരും ഉണ്ട്. അപ്പോൾ സെറ്റാക്കാം. ബാ അച്ഛന്മാരെ, വിനോദണ്ണനും അജയണ്ണനും ഇങ്ങനെ പരിപാടികളൊക്കെ ആരംഭിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജയണ്ണനും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുത് കിട്ടി കേട്ടോ. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിശപ്പാണല്ലോ. ഇതെവിടെ കൊണ്ടുണ്ടാവും. അപ്പോൾ ഇനി തുടർന്ന് അങ്ങനെയാണ് നമ്മളെ ഫിഷിങ് എന്ന് നോക്കണേ. വല്ലാത്തൊരു ക്ലൈമറ്റ് ആട്ടോ കേട്ടോ. തണുപ്പ് കുറവാണ്, പക്ഷെ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ കിടക്കുകയാണ് കടലൊക്കെ. പിന്നെ പറഞ്ഞാൽ ഉഷാറല്ലേ? നിങ്ങളൊരു അല്പം കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കിയിടാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയില്ലേ? അടിപൊളിയായിട്ടുള്ള മീൻപിടുത്തങ്ങൾ പല ആൾക്കാരും നടന്നുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈച്ചൂണ്ടല്ലേ, ഈ കൈച്ചൂണ്ടയിലാണ് മീനുകൾ അടിക്കുന്നത്. അത് അത്രയും അഗ്രസീവായിട്ട് നിന്ന് കഴിഞ്ഞാലേ മീനുകൾ അടിക്കുള്ളൂ. ഇവർ രാവിലെ മുതൽ ഇവിടെ ഈ റോഡ് ഇതൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് സത്യം പറയാമല്ലോ, ഒരു മീൻ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 1-1.5-2 മണിക്കൂറായി കേട്ടോ. അത് നമ്മൾ മറ്റേ സ്റ്റിക്കൊന്നും കൊണ്ടുവന്നില്ല, നമ്മൾ നാടൻ ചൂണ്ടയിലാണേ. നമ്മൾ ഇത്രയും മീനുകൾ പിടിച്ചിട്ടുണ്ടോ. അതാണ് നമ്മളെ നാടൻ ചൂണ്ടയും ഈ റോഡും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നുണ്ടാകും. അല്ലെങ്കിൽ റോഡിൽ നമ്മൾ അത്രയും അഗ്രസീവായിട്ട് നിൽക്കണം. ഇതാണ് ഒരു പ്രത്യേകത. അതാണ് നാടൻ ചൂണ്ടയിലെ ഒരു വൈബ്. എന്ത് വിനോദണ അല്ല പിന്നെ അജയണ്ണൻ അത് കൊള്ളാണ് അത്യാവശ്യം. ഇതൊക്കെ മതി ഇന്ന്. ഇതൊക്കെയല്ലേ നല്ല വറക്കാൻ, നല്ല കരി വരാതിരിക്കും. ആ വിനോദണ്ണ രാവിലെ മുതൽ ഇതും തൂക്കി വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കണം, മരം പോലെ. എന്തിന് നിൽക്കണമെന്തോ വിനോദണ്ണ. അച്ഛന്മാർ ഒരു കിടില മീൻ അടിച്ചോട്ടോ. ഇത് വർണ്ണേൻ്റെ എടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയല്ലേ? വിനോദമാണ് ഇത്രയും നേരം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു മീനെങ്കിലും പിടിയിടാന്ന്. പക്ഷേ അങ്ങേര് ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് അങ്ങേര് എന്നെ കളിയാക്കി. പക്ഷേ നമ്മൾ പിടിച്ച്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ വിനോദണ്ണ? ചമര മീനടിക്കുന്നുണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ. ഒരല്പം എടുത്ത് വിഴുങ്ങി അവനെ ഞാടിക്കും. അല്ല, മീൻ അടിക്കണതേ കൊത്തി കൊത്തി ഇരിക്കുവോ, അവൻ എടുത്ത് വിഴുങ്ങണില്ല. അത് മറ്റേ ഷേരി അല്ലല്ലോ, ഇത് വേറൊരു ഐറ്റം മീനാണ്. അത് പെട്ടെന്ന് വിഴുങ്ങില്ല, അത് കിടന്ന് കൊത്തി കൊത്തി ഇരിക്കേ ഉള്ളൂ. കൊണ്ടുവെക്കണം. കൊണ്ടുപോയി മച്ചാമര അജയണ്ണ ഒരു രക്ഷയില്ല കേട്ടോ. കരിമീനാ? ആ, ഇവിടെ കരിമീനുണ്ടോ അണ്ണാ? അതെ. ആ
മച്ചാമ്മൻ്റെ ഇതേ പോണ ബോട്ട് കണ്ടോ? അതിലൊരു കുറേ കൂടെയൊക്കെ വെച്ച് ഈ ബോട്ട് ചെമ്മീനിനെ ടാർഗറ്റ് ചെയ്ത് പോണ ബോട്ടാണ് കേട്ടോ. ഫിഷിങ്ങാണ് സൗദിയിലെ. ചെമ്മീൻ പിടിക്കാൻ വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചൂണ്ട പിടിക്കുന്നുണ്ട് കേട്ടോ, നല്ല പിടി പിടിക്കുന്നുണ്ട്. ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് അവന് തൂക്കാൻ പറ്റില്ല. നല്ല പിടി പിടിക്കുന്നുണ്ട് കേട്ടോ. മീനുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല, പോയി. പിന്നെ അതെണ്ണ ഉണ്ട്. അതെങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സ്വഭാവം. പെട്ടെന്ന് വിഴുങ്ങൂല. ആ കൊത്തുന്ന സമയത്ത് അടിച്ചോളണം. ഉണ്ടാണോ? അതിനകത്ത് ഒരെണ്ണം പോയി. അതെടുത്ത് പിന്നെ അതെടുത്ത് ഇങ്ങോട്ട് ചെമ്മീന്. വീണ്ടും രാവിലെ കുറേ കൂടെ ദൂരം അങ്ങ് പോയല്ലോ. വലിയ പരിപാടിയായിരുന്നു ഇവിടെ നടക്കുന്നത്. കണ്ടുപിടിയണ്ണ. വിനോദണ്ണൻ അവിടെ, അജയണ്ണൻ ഇവിടെ, ഞാനിവിടെ, മീനുകളിവിടെ. ഉണ്ട്. വിനോദണ്ണൻ്റെ അടുത്താണ് കളി. വിനോദണ്ണ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേ പിന്നെ രീതിയിലുള്ള വലിയാണ്. വിനോദണ്ണ ചരിത്രം തിരുത്തി കുറിച്ച് പാവം കേട്ടോ. അങ്ങനെ ഇത്ര നേരം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, നല്ല മനോവിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും മീൻ കിട്ടി, എനിക്ക് മാത്രം ഒരു മീൻ കിട്ടിയില്ല. എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. അണ്ണാ, നിങ്ങൾ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല അണ്ണാ. ഞാൻ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ആ മുഖം കണ്ട വിനോദണ്ണൻ്റെ, അതിനെ ഇപ്പം കടിച്ചു പറിച്ച് തിന്നുന്നുള്ള മുഖത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അടുത്ത് എറിയണ. എൻ്റെ ചൂണ്ട വെള്ളത്തിൽ കിടക്കുകയാണ്. മീൻ കൊണ്ടുപോകണേ കൊണ്ടുപോട്ട്. ഞാൻ പിന്നെ ഒരു 5-6 പിടിച്ചിട്ട് നിൽക്കണോണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താണ് നിങ്ങൾക്കൊരു പുജ്ഞാവും? അല്ല, നിങ്ങളെ ചിരിയിൽ തന്നെ ഉണ്ടല്ലോ അതിലല്ല. വിനോദണ്ണ, പെട്ടെന്ന് ഒരെണ്ണത്തിൽ തന്നെ ഇവിടെ നേരെ ചീവ പിടിക്കില്ല. ആ നിങ്ങളെണ്ണം 3 എണ്ണം എന്താണ് അവന്മാരെവിടെ കൂടെ കയറിയിട്ടാണോ നിങ്ങളാരെയും നോക്കി? ചുമയൊക്കെ പിടിച്ചല്ലോ. ചുമയൊക്കെ പിടിച്ചല്ലോ മച്ചാമാരെ. നമ്മളെ നാടൻ ചൂണ്ടയിലും 3 ചൂണ്ടാണ് കേട്ടോ. 3 ചൂണ്ട കെട്ടി അതിൽ കൊരുത്ത് മച്ചാമാരെ. അടുത്ത് വിനോദണ്ണ അടുത്ത ലക്ഷ്യമിട്ട് കാസ്റ്റ് ചെയ്യണം കേട്ടോ. ആ സാരല്ലോണോ, അവിടെ മീനുണ്ട്. കഴിഞ്ഞില്ലേ? ഞാൻ നിൽക്കട്ടാണോ? ഇപ്പം കിട്ടുമോ നിങ്ങൾക്ക് മീന്? ഉണ്ടെണ്ണ വിനോദണ്ണ ഉണ്ട്. ഉണ്ടെണ്ണ പോട്ടെ, സാരമല്ല, നമുക്ക് അടുത്ത് പിടിക്കാം.
വെള്ളം കയറി തുടങ്ങിയോ മീൻ അടിച്ചു തുടങ്ങി കേട്ടോ. ഉണ്ട് 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 പോയാ? ആ സാരമല്ല പോട്ടെ. മച്ചന്മാർ ഇതാണ്ട ഇപ്പോൾ കടലിലെ വെള്ളം ഇങ്ങോട്ട് കയറി തുടങ്ങി കേട്ടോ. വേലിയേറ്റം വേലിയിറക്കം ആ ഒരു നേരമാണ് ഇപ്പോൾ വേലിയേറ്റം. ഈ സമയത്ത് മീനടിക്കാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. അടിക്കൂല എന്നല്ല, പക്ഷേ വളരെ കുറവായിരിക്കും. മീനുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നേരമൊക്കെ എന്നാണ് പറഞ്ഞത്. അല്ലേ വിനോദണ്ണ? അവർ യാത്രയിലായിരിക്കും ഈ സമയത്ത്. ആ സമയത്ത് നമ്മൾ ചെമ്മീൻ ഇതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോടാന്ന് പറയും. അതുകൊണ്ട് വിനോദണ്ണ സാൻഡ്വിച്ചും ചായയും കുടിക്കാൻ വേണമെന്നാണ് വിനോദണ്ണ പറഞ്ഞത്. അണ്ണാ ഞാൻ ഇവിടെ ഇരിക്കാമേ. മച്ചന്മാരിതേ ഈ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ മീൻപിടുത്തം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ സ്വന്തം അജയണ്ണൻ കപ്സയുമാണ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കപ്സയൊക്കെ കഴിച്ച് കപ്സ എൻ്റെ ഭർത്താവ് ഇത് തന്നെ താരാ. തട്ടിയെല്ലാം കഴിക്കുമോ? എല്ലാം തട്ടണ്ട, എന്താ തട്ടണ്ട? പൊടിയിടണ കണ്ണിൽ പൊടിയിടാനല്ല, മുളക് അണ്ണൻ ചിക്കൻ ഇടണം ആളെ. വാ അത് കലക്കി. അപ്പോൾ മച്ചാന്മാരെ ഇനി നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഇനി സഹിക്കാൻ വയ്യ. സുന്ദരി എടുത്തോ സുന്ദരി. മച്ചാന്മാരെ കപ്സയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ അടിപൊളി മീൻപിടുത്തം കേട്ടോ. ഇണ്ടാ പിന്നെ തന്നെ കണ്ടാ കപ്സയൊക്കെ കഴിച്ചിട്ട് വന്നിട്ടേ ഭയങ്കര എനർജിയിലുള്ള മീൻപിടുത്തം വിനോദണ്ണൻ. 1-2 എണ്ണം പിടിച്ചാട്ടോ അതിനിടയ്ക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ അജയണ്ണനും 2-3 മീൻ പിടിച്ചു. എനിക്ക് ഒരെണ്ണം പകുതി വന്നിട്ട് തെറിച്ച് പോയി. പിന്നെ നമുക്ക് പിന്നെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിനോദണ്ണ. ആ നടക്കട്ടെ. മച്ചന്മാരെ കുറേ നേരങ്ങൾക്ക് ശേഷം നമുക്കൊരു മീൻ വിനോദണ്ണൻ അടിച്ചോട്ടെ. എനിക്കിതിനിടയിൽ ഒരെണ്ണം കിട്ടിയേ. ആ ഇത് മറ്റേ സംഗതിയാണല്ലോ അണ്ണാ അജയണ്ണ വിനോദണ്ണ. കുറേ നേരമായി കേട്ടോ മീൻ കിട്ടിയിട്ട്. അതെ വിനോദണ്ണ 5 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 5 ചൂണ്ട 4 എണ്ണത്തിലും കൊണ്ടുപോയി. 5 എണ്ണത്തിൽ 5-ാമത്തേലും മീനടിച്ച്. അയ്യോ പൊളി.